എൻ്റെ പേര് മിനി. ഞാൻ കൊല്ലത്തുനിന്ന് വരുവാണ്. എൻ്റെ മോളുടെ പേര് അശ്വതി അരുൺ. അവൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ മോൾക്ക് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവം കഴിഞ്ഞപ്പോഴത്തേന് ഫിക്സ് വന്നു. അതിനെ തുടർന്ന് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം 3 ദിവസം ICUയിൽ കിടന്നു. അവിടുന്ന് നേരെ ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞു. അവർ സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തു. 2023 മാർച്ചിൽ സർജറി കഴിഞ്ഞു. പക്ഷേ പകുതിയെ ട്യൂമർ എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. മോളുടെ സംസാരശേഷി ഫുള്ള് പോയത് കൊണ്ട് ഡോക്ടേഴ്സ് പകുതി ട്യൂമർ എടുത്തിട്ട് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അവരത് ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. അവർ നേരെ RCCയിലോട്ട് വിട്ടു ട്രീറ്റ്മെൻറ്റിന്. അവിടെ ചെന്നു. അവർ മാസ്കിന് അളവെടുക്കാൻ പറഞ്ഞു, റേഡിയേഷനും കീമോയ്ക്കും. അങ്ങനെ ഒരുപാട് മുടിയുള്ള മോളായിരുന്നു. മുടിയെല്ലാം മുട്ടയടിച്ചു. മാസ്കിന് അടയാളം എടുക്കാൻ കൊണ്ടുപോയി. മാസ്കിന് അടയാളം എടുത്തു. മാസ്കിൻ്റെ ചൂട് തട്ടിയപ്പോഴത്തേന് മോള് പറഞ്ഞു, മതി, ഇനി എനിക്ക് കീമോയും വേണ്ട, റേഡിയേഷനും വേണ്ട. മോളെടുത്ത് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു 30 റേഡിയേഷനും കീമോയും ഉണ്ട്. അതെടുത്താലും ഞങ്ങൾ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് എന്തായാലും റേഡിയേഷന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ മാസ്കിന് അളവും കൊടുത്ത് മുടിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നു. മോൾ ഭയങ്കര നിലവിളിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടറിഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ മകളെയും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നു ഉടമ്പടി എടുത്തു. മോൾ ഉടമ്പടി എടുത്തു. ഫസ്റ്റ് ഉടമ്പടി മോൾ എടുത്തു. നിയോഗം വെച്ചു, ഒന്നും സാധിച്ചില്ല. 3 മാസം കഴിഞ്ഞ് രണ്ടാമത് ഉടമ്പടി എടുത്തു. നിയോഗം വെച്ചു, ഒന്നും സാധിച്ചില്ല. 3ാമത് ഉടമ്പടി എടുത്തു. നിയോഗം വെച്ചു. അതിൽ 2-3 നിയോഗം മാതാവ് സാധിച്ചു വന്നു. ട്യൂമർ മാറിയില്ല. ട്രീറ്റ്മെൻറ്റുകൾ തുടരുക. ഫിക്സിൻ്റെ ടാബ്ലറ്റ് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ 4ാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞു. ഈ കഴിഞ്ഞ 2024 ഡിസംബറിൽ ഒരു ദിവസം സന്ധ്യയ്ക്ക് മോക്ക് ഫിക്സ് വന്നു. തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. MRI സ്കാൻ എടുത്തു. പിറ്റേന്ന് റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർമാർ മൊത്തത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്ത് മിറാക്കിളാണ് സംഭവിച്ചിരിക്കുന്നത്? കീമോയും റേഡിയേഷനും ഒന്നുമില്ലാതെ തന്നെ ട്യൂമർ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. അത് ഭയങ്കര ഒരു സാക്ഷ്യമായിട്ട് മാതാവ് പറഞ്ഞു. എൻ്റെ മോളുടെ RCCക്കാർ കൈയൊഴിഞ്ഞെടുത്തു നിന്നാണ് എൻ്റെ മോളിനെ ഞാൻ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എൻ്റെ മോൾക്ക് സംസാരം മൊത്തത്തിൽ പോയതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോൾ ഇപ്പോൾ കുറേശ്ശെ സംസാരിക്കുന്നുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ടും നമ്മളെപ്പോലെ സംസാരശേഷി തിരിച്ച് വന്നിട്ടില്ല. പിന്നെ ഈ കൈകാലുകൾക്ക് ചെറിയ വിറയലുണ്ട്. ഇപ്പം എൻ്റെ അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും കൃപ കൊണ്ട് എൻ്റെ മോൾക്ക് ഫിക്സും വരുന്നില്ല. ട്യൂമർ എന്ന് പറഞ്ഞ മഹാരോഗത്തിൽ നിന്നും എൻ്റെ മോൾ മുക്തി നേടിയിരിക്കുകയാണ്. എൻ്റെ മോൾക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. മൂത്ത മോന് 13 വയസ്സ്, ഇളയ മോന് 2 വയസ്സ് അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ മോൾക്ക് ഇത്രയും ഒരു അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവത്തില്ല. എൻ്റെ മോള് 2 വാക്ക് സംസാരിക്കണം. 2024 ഡിസംബർ 7-ാം തീയതി ആണ് എനിക്ക് സ്കാനിങ്ങിന് ഡേറ്റ് എത്തി തന്നത്. ഉച്ചയ്ക്ക് 2:30. അപ്പം എനിക്ക് മാതാവ് തൊട്ടെന്ന് എനിക്ക് മനസ്സിലായി. 2:30 മാതാവിൻ്റെ അടുത്ത് കയറിയപ്പോൾ തൊട്ട് പറഞ്ഞത്, മാതാവ് ഇനി എനിക്ക് സ്കാൻ ചെയ്യാൻ ഒരു ഇടവരുത്തല്ലേ, എന്നെ എങ്ങനെ ജീവനെല്ലാം എടുക്കണേ, അതായത് അല്ലേ ട്യൂമറങ്ങ് മാറണേ എന്നാണ് പറഞ്ഞത്. ശനിയാഴ്ചയാണ് സ്കാൻ ചെയ്തത്. ഞായറാഴ്ചയാണ് റിസൾട്ട് വന്നത്. ഡോക്ടർമാർ ഓടി വന്നു പറഞ്ഞു, ട്യൂമർ ഒന്നുമില്ല, ഇതെന്തു സാധിച്ചു. സിസ്റ്റർമാർ വരെ അന്തിച്ചു പോയി. എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരും ഒരുപാട് നന്ദി, കോടാനുകോടി നന്ദി. എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 4 പ്രാവശ്യം ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ എൻ്റെ മോളെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, രോഗം സൗഖ്യമാവുമെന്ന് പറഞ്ഞു. ഞാനതിവിടെ പറയാൻ വിട്ടുപോയി, ക്ഷമ ചോദിക്കുന്നു. എൻ്റെ അച്ഛൻ പ്രാർത്ഥിച്ചു, എൻ്റെ മോളെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സൗഖ്യമാവുമെന്ന് പറഞ്ഞു. എൻ്റെ മോള് ഉടമ്പടി എടുത്ത് ഇത്രയും ഒരു രോഗസൗഖ്യം എൻ്റെ മോളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് അമ്മ മാതാവിലും ഈശോയിലും പൂർണ്ണ വിശ്വാസം വന്നു. എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കി എൻ്റെ 3-ൻ്റെ അന്ന് ഞാൻ എൻ്റെ മോളെയും കൊണ്ടുവന്ന് ഞാനും മാതാവിന് കീഴ്പ്പെട്ട് ഉടമ്പടി എടുത്തു. ഇപ്പം ഞങ്ങൾ കുടുംബത്തോടിരുന്ന് പ്രാർത്ഥിക്കുകയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെല്ലുകയും ജപമാല ചെല്ലുകയും കിടപ്പ് രോഗികൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടുന്ന പത്രം മാതാവിൻ്റെ മഹത്വവും എൻ്റെ മോളുടെ രോഗസൗഖ്യം പറഞ്ഞ് എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുകയും എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈ മോൾക്ക് നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ശക്തി നാവിന് കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയെ ഇനി എനിക്കുള്ളൂ. ഇതിത്രയും തന്ന എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു.
എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും, അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് തന്നെ കാണും. ജോബിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ തിരുവചനത്തിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബൈബിളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ തൻ്റെ മകൾ അശ്വതിയുടെ സാക്ഷ്യമാണ് അമ്മ ആദ്യമേ തുടങ്ങുന്നത്. എങ്ങനെ തൻ്റെ മകൾക്ക് എന്തായിരുന്നു എന്നും അത് കീമോയും റേഡിയേഷനും ഒക്കെ വേണമെന്ന് പറഞ്ഞു. അത് എടുത്തിട്ട് തനിക്ക് അതിൻ്റെ ചൂടുകൊണ്ട് തനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ആണെന്ന് കണ്ടപ്പോൾ തനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ മകൾ അതിനോട് സഹകരിക്കാതിരിക്കുമ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിക്കുകയും പിന്നീട് തനിക്ക് മുടിയും ഇതെല്ലാം പോയി അങ്ങനെ ഒത്തിരിയേറെ വികൃതമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന്, അതുപോലെ തനിക്ക് സൗണ്ടില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് നാം കേട്ടു, ഇവിടെ കാണുകയാണ് എങ്ങനെയാണ് അശ്വതി ഇവിടെ വന്ന് നിൽക്കുന്നത്. അശ്വതി തന്നെ സംസാരിച്ചു. അങ്ങനെ യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ, അതായത് കീമോയും റേഡിയേഷനും ഇല്ലാതെ തന്നെ ബ്രെയിൻ ട്യൂമർ, അതും ഹാഫേ എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റാതെ പോയ ആ ട്യൂമർ മൊത്തമായും അവിടെ ഇല്ല എന്നുള്ളതാണ് നാം ഇപ്പോൾ കേട്ടത്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവൃത്തികൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നു. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലും നാം തിരുവചനങ്ങൾ വായിക്കുന്നുണ്ട്. ഇന്ന് ഈ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ മകൾക്കിപ്പോൾ ഫിറ്റ്സുമില്ല എന്ന് ഈ അമ്മ പറയുകയാണ്. അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മക്കളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.